ഡോക്ടർ മോഹൻ വർഗീസ്, ബി ജെ പിയെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ തവണ കോൺഗ്രസിന് വെറും 4 സീറ്റ് മാത്രമാണ് ഈ 94 സീറ്റുകളിൽ കിട്ടിയത്. ഇപ്പോൾ സൂററ്റ് ഇതിനോടകം തന്നെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2014 താരതമ്യം ചെയ്ത 2014 68 സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത്. എൻ ഡി എ കക്ഷികൾ എന്ന നിലയിൽ വേറെയും വലിയ തോതിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച 2009 തെരഞ്ഞെടുപ്പിൽ, രണ്ടാം UPA സർക്കാർ വന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ 94 മണ്ഡലങ്ങളിൽ 49 എണ്ണം ജയിച്ചിട്ടുള്ളത് ബി ജെ പി ആണ്. എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിലാണ് ഈ 3ാം ഘട്ടത്തിലെ പോളിംഗ് നടന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈവൻ ഗുജറാത്തിൽ പോലും ചില അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയെ നോക്കിക്കഴിഞ്ഞാൽ, കർണാടകയിലെ ലിംഗായത്ത് ബെൽറ്റിൽ ആണ് അവസാനത്തെ 14 സീറ്റിൽ വോട്ടെടുപ്പ് നടന്നത്. അവിടെ പോലും അപ്രതീക്ഷിതമായി മത്സരം വരുന്നു. പലയിടത്തും മഹാരാഷ്ട്ര വേറൊരു ഉദാഹരണം. ആ തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു കേക്ക് വാക്ക് എന്ന പ്രതീക്ഷ അവസാനിച്ചു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഏതായാലും അഭിലാഷ്, മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് പ്രൊജക്റ്റ് ചെയ്തിരുന്ന 400 സീറ്റ് എൻ ഡി എക്കും 370 സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്കും ലഭിക്കണമെങ്കിൽ ഒരു തരംഗമുണ്ടാവണം. അങ്ങനെ ഒരു തരംഗത്തിൻ്റെ, ബി ജെ പി അനുകൂല ഒരു മോദി തരംഗത്തിൻ്റെ സൂചനകളൊന്നും തന്നെ ഈ 3 ഘട്ടങ്ങളിലായി ഇപ്പോൾ അവസാനിച്ച 3ാം ഘട്ടത്തിൽ ഉൾപ്പെടെ കാണാനില്ല. ഒരു ലോ വോട്ടർ ടേൺ ഔട്ട്, പൊതുവേ ഒരു തണുത്ത ഒരു ല്യൂക്വാം ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനുള്ള പ്രധാന കാരണം അത് പല രീതിയിലാണ് അതിനെ വിലയിരുത്തേണ്ടത്. അതിന് നമ്മൾ സംസ്ഥാനങ്ങളിലേക്ക് പോയല്ല, ചൂട്, തണുപ്പ്, മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തുന്നു, കാലാവസ്ഥ മാറ്റി നിർത്തുന്നു. ഇവിടെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പോയിരിക്കുന്നത് ബി ജെ പിക്ക് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ പ്രതീക്ഷയുള്ള മേഖലകളിൽ തന്നെയാണ്. കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 28 സീറ്റുള്ള കർണാടകത്തിൽ 25 സീറ്റും ബി ജെ പി ആണ്. സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി നേടിയ 29 സീറ്റിൽ 25 വന്നത് കർണാടകത്തിൽ നിന്ന് മാത്രമാണെന്ന് ഓർക്കണം. ആ കർണാടകത്തിലെ വൊക്കലിക മേഖലയിൽ ഉണ്ടായ ഒരു തിരിച്ചടി ഇപ്പോൾ ഇതാ ലിംഗായത്ത് മേഖലയിൽ, വൊക്കലിക മേഖലയിലാണല്ലോ ദേവഗൌഡ ഫാമിലിയുടെ തട്ടകം, സദൺ കർണാടക. ആ മേഖലയിൽ ഉണ്ടായ സെക്സ് സ്കാൻഡലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നത് ആരും തന്നെ ജനതാദൾ കാൻഡിഡേറ്റ്സ് ഇല്ലെന്ന് ഓർക്കണം. 14 സ്ഥാനാർത്ഥികളും 28-ൽ 14 സീറ്റുകൾ ഇന്ന് പോളിംഗിന് പോയി. ആ 14ഉം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രതീക്ഷയുള്ള സീറ്റുകളാണ്. അത് വടക്കൻ കർണാടകയിലാണ്. ബോംബെ കർണാടകയും അതുപോലെ ഹൈദരാബാദ് കർണാടക എന്ന് പറയുന്ന വടക്കൻ കർണാടക മേഖലയിലാണ്. ആ ലിംഗായത്ത് മേഖലയിൽ എന്താണ് സംഭവിച്ചത് എന്ന് തീർച്ചയായും ഒരു തിരിച്ചടി, ഭാഗികമായെങ്കിലും തിരിച്ചടി ഉണ്ടാകില്ല. ഷിമോൻ വർഗീസ്, എന്തുകൊണ്ട് ഇപ്പോൾ യെദ്യൂരപ്പയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്? ആ മേഖലയിലടക്കം കെ.എസ്. ഈശ്വരപ്പ അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. നോക്കൂ, കല്യാണ കർണാടകയിൽ, അതായത് ഹൈദരാബാദ് കർണാടകയിൽ 5-ൽ 5 നേടുമെന്ന് കോൺഗ്രസ് പറയുന്ന വിധത്തിൽ അവിടുത്തെ രാഷ്ട്രീയം മാറുന്നു. ഇന്ന് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ വായിച്ചത് റായ്ചൂരിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമോ, ഈ പറഞ്ഞ 400 സീറ്റ്. ബി ജെ പി വലിയ തോതിൽ 400 എന്ന് പ്രൊജക്ട് ചെയ്തപ്പോൾ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ കോൺസ്റ്റിറ്റ്യൂഷനെ, ഞങ്ങളുടെ അവകാശങ്ങളെയൊക്കെ മാറ്റിക്കളയുമെന്ന പേടി വന്നു. അനന്ത്കുമാർ ഹെഗ്ഡെയാണ് അത് ആദ്യം പറഞ്ഞതുപോലും. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മാറ്റത്തിന്റെ സൂചന താങ്കൾ ഇതിനകത്ത് കാണുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും മാറ്റത്തിന്, കർണാടകയിൽ മാറ്റത്തിന് സൂചന കാണുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് നാന്ദി കുറിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും 1977 ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടതിന് ശേഷം ചിക്കമംഗലൂർ തെരഞ്ഞെടുപ്പിൽ, കർണാടകത്തിലെ ചിക്കമംഗലൂർ മത്സരിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് ആന്ധ്രയും കർണാടകയും പണ്ട് മുതൽ തന്നെ, ഇപ്പോൾ ആന്ധ്ര കൈവിട്ടു പോയി, ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് കർണാടകയെ നമ്മൾ വേറിട്ട് കണ്ടെങ്കിലേ പറ്റും. നോർത്ത് ഇന്ത്യയിലെ ഒരു നറേറ്റീവ്, മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും ഒരു നറേറ്റീവ് വെച്ചുകൊണ്ട് നമുക്ക് കർണാടകയെ കാണാനാവില്ല. അതുകൊണ്ട് കർണാടകയിൽ പ്രതീക്ഷിച്ചിട്ട് മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വലിയ സംസ്ഥാനം, ഈ ഇലക്ട്രൽ കണക്ക് കൂട്ടൽ രണ്ടാമത്തെ വലിയ സംസ്ഥാനം. 80 സീറ്റുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ പാടുന്ന പോരാട്ടമാണ്. 11 സീറ്റുകളാണ് ഇന്ന് തെരഞ്ഞെടുപ്പിന് പോയത്. അതിൽ വിദർഭ മേഖലയിലെ ചില സീറ്റുകളും അതുപോലെ തെക്കൻ മഹാരാഷ്ട്രയിലെ അത് ബാരാമതി ഉൾപ്പെടെയുള്ള സീറ്റുകളും. പവാറിൻ്റെ തട്ടകം, അവിടെ അജിത് പവാറിൻ്റെ പാർട്ടിക്കാണോ ശരത് പവാറിൻ്റെ പാർട്ടിക്കാണോ യഥാർത്ഥ NCPയുടെ പിന്തുടർച്ചാവകാശം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അത് മാത്രമല്ല, ഉദ്ധവ് താക്കറെ വിഭാഗമാണോ ശിവസേന, അതോ മറ്റേ ഇപ്പോഴത്തെ ഏകനാഥ് ഷിൻഡെ വിഭാഗമാണോ യഥാർത്ഥ ശിവസേന എന്നുകൂടി മാറ്റുരയ്ക്കുന്ന ഘടകകക്ഷികൾ തമ്മിലുള്ള മത്സരം കൂടിയാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് ഇന്ത്യ മുന്നണി തീർച്ചയായും മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. ഉത്തർപ്രദേശ് മറ്റൊരു ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് പതിയെ വരുന്നു. 80 സീറ്റുകളും രാമതരംഗത്തിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ സമയത്ത് ജനുവരി 22-ാം തീയതി വിചാരിച്ച ഒരു തരംഗം, അതിഗംഭീര തരംഗം ഉത്തർപ്രദേശിൽ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 80 സീറ്റിൽ ഒരു 60 സീറ്റിലേക്ക് ബി ജെ പി പ്രതീക്ഷ ചുരുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ചും പശ്ചിമ ഉത്തർപ്രദേശിൽ ജാട്ട് ബെൽറ്റിൽ കർഷകർക്കുണ്ടായ ഒരു വിഷമതകൾ അത് പരിഹരിക്കാൻ ക്രിയാത്മകമായി ഒന്നും ചെയ്തില്ല. ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. അതുമാത്രമല്ല, ക്ഷത്രിയ വോട്ടുകളിൽ വരാൻ സാധ്യതയുള്ള ഇടിവ്, രാജ്പുത്ത് വോട്ടുകളിൽ വരാൻ സാധ്യതയുള്ള ഇടിവ്, ബി ജെ പിയുടെ തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പരാമർശങ്ങൾ തീർച്ചയായും രാജ്പുത്ത് വോട്ട് എക്കാലത്തും
ദുർഘട കാലഘട്ടത്തിൽ പോലും രാജ്യപുറത്തെ വോട്ടുകൾ BJP-യിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ പറയുന്ന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അത് മാത്രമല്ല സമാജ്വാദി പാർട്ടി ഒന്നാം തരം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതായത് അവിടെ ശ്രീ മോഹൻ വർഗീസ് സമാജ്വാദി പാർട്ടി 4 മുസ്ലിം കാൻഡിഡേറ്റ്സിനെ നിർത്തിയപ്പോൾ BSP 25 മുസ്ലിം കാൻഡിഡേറ്റ്സിനാണ് നിർത്തിയിരിക്കുന്നത് ഓർക്കണം. അതായത് ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളെ അട്ടിമറിക്കാൻ കഴിയുന്ന സ്പ്ലിറ്റ് വോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ അവിടെ BSP-യുടെ മൂവ് ഉണ്ട്. ഇത്തവണ BSP അവിടെ സ്പോയിലറായി പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ സ്പോയിൽ ചെയ്യുന്നത് സമാജ്വാദി പാർട്ടിയുടെ സാധ്യതയാണ്. പ്രത്യേകിച്ച് MY കോമ്പിനേഷനാണ് എക്കാലത്തും സമാജ്വാദി പാർട്ടിയുടെ കോമ്പിനേഷൻ. അവിടെ മുസ്ലിം വോട്ടിലേക്ക് ഈ BSP നടത്തുന്ന ഇൻറോഡ്സ് അത് വലിയ തോതിൽ BJP-ക്ക് ഗുണകരമാവില്ലേ? പിതാവിൽ നിന്നും പുത്രനിലേക്ക് അധികാരം അല്ലെങ്കിൽ ബാറ്റൺ കൈമാറി എത്തിയപ്പോൾ അഖിലേഷ് യാദവ് ന്യൂജൻ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിനറിയാം ട്രഡീഷണൽ MY മുസ്ലിം യാദവ് കോമ്പിനേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ മറ്റ് ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർന്ന് വരണം. ഇപ്രാവശ്യം അത് വർക്ക് ചെയ്യില്ല എന്ന് വ്യക്തമാണ്. കാരണം MY കോമ്പിനേഷൻ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി കാണുന്നു. കാരണം യാദവ് കുലത്തിൽ നിന്നും 5 പേരെ മാത്രമേ, അതിൽ 4 പേരും മുലായം സിംഗിന്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതിന് പുറത്തുനിന്ന് ഒരാൾ, അങ്ങ് 5 പേരേ ഉള്ളൂ. 63 സീറ്റുകൾ സമാജ്വാദി പാർട്ടി 80 മത്സരിക്കുമ്പോൾ അതിൽ 5 സ്ഥാനാർത്ഥികൾ മാത്രമാണ് യാദവ് സ്ഥാനാർത്ഥികൾ. 4 പേരെ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് ടേൺഔട്ട് ഫോർ ദി മുസ്ലിംസ് ബൈ സമാജ്വാദി പാർട്ടി. എന്നാൽ ബഹുജൻ സമാജ് പാർട്ടി 20 മുസ്ലിം സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീ അഭിലാഷ്, ഇവിടെ ഓർക്കേണ്ട കാര്യം സമാജ്വാദി പാർട്ടിയുടെ ബേസ് അതുപോലെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നു. എന്നാൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു ദളിത് ട്രൈബൽ വോട്ട് ബേസ്, ആ വോട്ട് ബേസ് ചന്നം ഭിന്നം ചിതറിയിരിക്കുന്നു കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ. കാരണം അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് ബഹുജൻ സമാജ് പാർട്ടി നേടിയത് സമാജ്വാദി പാർട്ടി ഒപ്പം നിന്നുകൊണ്ട്. അത് ആവർത്തിക്കാനാവില്ല. അത് ആവർത്തിക്കുമെന്ന് എന്തായാലും മായാവതിയോ BSP-യെ പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വോട്ട് കട്ടറായി പ്രവർത്തിച്ചാൽ എത്ര വോട്ട് അവിടെ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.